അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി, ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി, ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം,
ദൈവസ്നേഹം നിത്യസ്നേഹം. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും സ്വാഗതം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വചനത്തിൽ പറയുന്നു, ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളവും നിങ്ങൾ നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ നിങ്ങൾ അറിയുവാൻ, അതിൻ്റെ വീതി, അതിൻ്റെ ആഴം, അതിൻ്റെ ഉയരം എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിൻ്റെ ആഴം അത് വലുതാണ്. ആ സ്നേഹത്തിൻ്റെ വലിപ്പം വലുതാണ്. ആ സ്നേഹം മറ്റെല്ലാ സ്നേഹത്തിലും അതീതമാണ്. ജീവനെ നൽകി നമ്മെ സ്നേഹിച്ച ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ ആരും നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകത്തില്ല. ഒരു വ്യക്തി നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഒരു പക്ഷേ തയ്യാറായേക്കാം. ഒരു വ്യക്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായേക്കാം. ചിലപ്പോൾ സാമ്പത്തികമായൊക്കെ സഹായിക്കാനും ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി തരുവാനും അയക്കാം. പക്ഷേ അവരുടെ ജീവനെ, അവരുടെ പ്രാണനെ നമുക്ക് വേണ്ടി തരാൻ, നിങ്ങളുടെ വിടുതലിന് വേണ്ടി, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തരുവാൻ തയ്യാറാകത്തില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ച ഒരു കർത്താവുണ്ട്. തൻ്റെ യൗവനത്തിലെ രക്തം അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒഴുക്കി. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ കാൽവരി ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിരുകളില്ലാത്ത സ്നേഹമാണ്, അളവുകളില്ലാത്ത സ്നേഹമാണ്. ഈ പാട്ടിൻ്റെ വരികളിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച പദം ഇതാണ്: ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതന് നന്ദി. ഇത് യേശു മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ നമ്മളെ സ്നേഹിച്ച ഒരപ്പ നമ്മുടെ കർത്താവല്ലേ. മനുഷ്യർ അവരവരുടെ സ്നേഹത്തിനൊക്കെ വ്യവസ്ഥകൾ വെച്ചപ്പോൾ, മനുഷ്യർ നമുക്ക് നൽകിയ സ്നേഹങ്ങൾ പലതും പിന്നത്തേതിൽ അത് തിരിച്ചു കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ, ആ സ്നേഹത്തിൻ്റെ കടക്കാരായി നമ്മൾ തീർന്നപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പലരും തന്നത് നൽകിയത് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തന്ന സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ ഉയരം എത്ര അധികമാണ്. ഇന്ന് നിങ്ങൾ വല്ലാതെ നിരാശപ്പെട്ട് ഭാരത്തോടെ പ്രയാസത്തോടെയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അപ്പൻ്റെ സ്നേഹം ലഭ്യമാകാതെ, ഭർത്താവിൻ്റെ സ്നേഹം ലഭ്യമാകാതെ, ഭാര്യയുടെ സ്നേഹം ലഭ്യമാകാതെ, മക്കളുടെ സ്നേഹം ലഭ്യമാകാതെ, മാതാപിതാക്കളുടെ സ്നേഹം ലഭ്യമാകാതെ, എല്ലായിടത്തും ഒറ്റപ്പെടുന്നൊരവസ്ഥയിലാണ് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഈ ലോകത്തിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ സ്നേഹങ്ങളെയും നിങ്ങളിൽ നിറയ്ക്കുവാൻ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ജെരമയ എന്ന പ്രവാചകൻ പറയുന്നത്, നിത്യസ്നേഹം കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവൻ്റെ ദയ നമ്മോട് ദീർഘമായിരിക്കുന്നു. കർത്താവ് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു. ഇന്നെന്നെ കാണുന്ന കേൾക്കുന്ന പ്രിയ മകളെ, പ്രിയ മകനെ, പ്രിയ മാതാപിതാക്കളെ, ജീസസ് ലവ്സ് യു. കർത്താവ് നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു. ഈ ലോകത്തിലെ മനുഷ്യരുടെ സ്നേഹങ്ങളൊക്കെ ചതികളായി തീർന്നപ്പോൾ, ഈ ലോകത്തിലെ മനുഷ്യരുടെ സ്നേഹങ്ങളൊക്കെ അവകാശവാദങ്ങളായി തീരുമ്പോൾ, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കുന്ന എൻ്റെ താതന് നന്ദി. ഈ പാട്ടിൻ്റെ വരികൾ പാടുമ്പോൾ കർത്താവിനൊന്ന് നന്ദി പറയാൻ നിങ്ങൾ തയ്യാറാകുമോ? ആ സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ ഉയരം, അതിൻ്റെ വീതി എന്തെന്ന് ഗ്രഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിനൊന്ന് നന്ദി പറയാൻ തയ്യാറാകുമോ പ്രിയപ്പെട്ടവരെ? സ്റ്റിൽ ജീസസ് ലവ്സ് യു. ഇരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം,
ദൈവസ്നേഹം ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി, ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം, നിത്യസ്നേഹം.